നമസ്കാരം, ഞാൻ ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയ്ക്കും അതേപോലെ അതിന്റെ പരിസരത്തേക്കുള്ള ആ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, കോഴിക്കോട് ടാഗോർ ഹാളിന്റെ പിൻവശത്തുള്ള ഗ്രൗണ്ടിലെ ഏജീസ് കലാനിലയത്തിന്റെ രക്തരക്ഷസ് എന്ന ഒരു അടിപൊളി നാടകം നടക്കുന്നുണ്ട്. ഈ നാടകം 7-8 തവണ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. അടിപൊളി നാടകം എന്ന് വെച്ചാൽ അടിപൊളി സംഭവമാണ്. ഇതുവരെ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി കാണുക. ഇതിലെ ഓരോ സെറ്റുകളും, അതായത് നിമിഷ നേരം കൊണ്ട് കണ്ണടച്ച് തുറക്കുന്ന ആ സമയം കൊണ്ട് അടിപൊളിയായിട്ട് സെറ്റുകൾ മാറുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ അമ്പലങ്ങളിലൊക്കെ ബാലെ പോലുള്ള പരിപാടിയൊക്കെ നടക്കുമ്പോൾ അതിനകത്ത് സീനുകൾ എങ്ങനെ മാറ്റുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു കട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. പക്ഷെ ഇതങ്ങനല്ല കേട്ടോ. ഇത് 3D സ്വഭാവമുള്ള സിനിമയിൽ വെല്ലുന്ന സെറ്റുകളാണ്. ഞാൻ ബേസിക്കലി ഒരു വീഡിയോ എഡിറ്ററാണ്, അതേപോലെ ഒരു വീഡിയോഗ്രാഫറും കൂടിയാണ്. അപ്പൊ നമ്മളൊക്കെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് മാറുവാൻ വേണ്ടി നമ്മളൊരു ട്രാൻസിഷൻ എന്നൊരു സംഭവം യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവം എടുത്ത് ഇടയ്ക്കിട്ട് ആ സീൻ തമ്മിലുള്ള ലാഗ് ഇല്ലാണ്ടാക്കുന്ന ഒരു ഫ്ലോ ഉണ്ടാക്കുന്നത്. പക്ഷേ അതേ സംഭവം തന്നെ നമ്മുടെ ഈ നാടകത്തിൽ എങ്ങനെ ചെയ്യുന്നു, അതാണ് ഇവിടെ നാടകത്തിന്റെ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട്, അതായത് നമ്മൾ കണ്ണ് ചിമ്മുന്ന സമയം കൊണ്ട് അടിപൊളി ഒരു സീൻ, പുതിയൊരു സീൻ. അത് ചുമ്മാ ഒരു കട്ടം മാറ്റുന്ന പരിപാടിയൊന്നുമല്ല. ആ സ്റ്റേജ് നിറയെ പ്രോപ്പർട്ടി വെച്ചിട്ട് അടിപൊളി സെറ്റ്. ഇതെങ്ങനെ ഈ നിമിഷ നേരം കൊണ്ട് ഈ സെറ്റുകൾ മാറുന്നത് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും, നമ്മൾ തന്നെ അതിശയിച്ചു പോകും. അതാണ് ഈ നാടകത്തിന്റെ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഏകദേശം ഈ നാടകമായിട്ട് ബന്ധപ്പെട്ട് ഒരേ സമയത്ത് ഏകദേശം 100-110 ആളുകൾ ഈ നാടകത്തിന്റെ പിന്നിലും അതുപോലെ സ്റ്റേജിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആർട്ടിസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60-70 ആർട്ടിസ്റ്റുകളുണ്ട് ഈ നാടകത്തിൽ അഭിനയിക്കാൻ. അതുകൂടാതെ തന്നെ ഒരു 10-40 ടെക്നീഷ്യന്മാർ, അതായത് സ്റ്റേജ് അറേഞ്ച് ചെയ്യുന്നത്, അതേപോലെ ലൈറ്റ് അറേഞ്ച്മെന്റ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ടീം തന്നെയാണ്. അതായത് ഒരു സിനിമ സെറ്റ് എങ്ങനെ ഉണ്ടോ അതിൽ കൂടുതൽ ആളുകളാണ്. നമ്മൾ ഈ സിനിമയുടെയൊക്കെ ഷൂട്ടിംഗ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോരം ടെക്നീഷ്യന്മാരാണ് അതിന്റെ പിന്നിലുള്ളതെന്ന്. പക്ഷെ അതിൽ കൂടുതൽ ടെക്നീഷ്യന്മാരാണ് ഈ ഒരു നാടകത്തിനൊപ്പം ഉള്ളത്. അതേപോലെ ഈ നാടകത്തിലെ പാട്ട് സീനുകൾ, ഈ സീനിൽ തന്നെ എത്ര തവണ സെറ്റുകൾ മാറുന്നു, അതേപോലെ ആളുകളുടെ കോസ്റ്റ്യൂംസ് മാറുന്നു. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ തന്നെ അന്തിച്ചു പോകും, ദൈവമേ നമ്മൾ എന്താണ് ഈ കാണുന്നതെന്ന്. സാധാരണ നമ്മൾ കാണുന്ന ഒരു നാടകത്തിന്റെ ഒരു രീതിയേ അല്ല. അതേപോലെ നാടകം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ഒരു എയറോപ്ലെയിൻ പോവുകയാണ്, ഒരു ഫ്ലൈറ്റ് പോവുകയാണ്. അല്പം കഴിയുമ്പോൾ ഇതേ വിമാനം തന്നെ കാണാൻ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. അതുകൂടാതെ ആ വിമാനത്തിൽ നിന്ന് ആളുകൾ വെളിയിലേക്ക് വരുന്നു. അതേപോലെ ആ സ്റ്റേജിൽ കൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീറിപ്പായുന്നു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ അതിശയിച്ചു പോയി, എന്താണ് ഈ സംഭവം എന്ന്. ഇന്നത്തെ കാലത്ത് ഒരു LED സ്ക്രീൻ വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റേജിൽ കാണിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് റിയലായിട്ട് നമ്മുടെ മുമ്പിൽ കാണിക്കുകയാണ് ഈ സീനുകളെല്ലാം. അതാണ് ഈ നാടകത്തിന്റെ ഒരു പ്രത്യേകത. ഒരു ഹെവി സ്റ്റേജ്, നമുക്കൊന്ന് സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയ്ക്ക് വലിപ്പമുള്ള സ്റ്റേജാണ്. ഈ സ്റ്റേജിലാണ് ഇത്രയും പ്രോപ്പർട്ടി കൊണ്ടുവച്ചിട്ട് ഇതുപോലത്തെ ഒരു കിടിലൻ നാടകം നടത്തുന്നത്. ഈ നാടകം ശരിക്കും 53 വർഷം മുമ്പ് എഴുതിയ ഒരു നാടകമാണ്. ഇത് കാലത്തിനനുസരിച്ച് മാറ്റമൊക്കെ വന്നിട്ട് ഇപ്പോഴും അത് നാടകം നടക്കുന്നു, പ്രേക്ഷകർ അത് കാണുന്നു എന്നുള്ളതാണ് അതിന്റെ വിജയം. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ നാടകം നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഓഡിറ്റോറിയത്തിലാണ്. പിന്നെ അതുകൂടാതെ ഡോൾബി സൗണ്ട് സിസ്റ്റമാണ്, അത് സറൗണ്ടിങ് ആ ഒരു സിസ്റ്റമാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാടകം കാണുന്ന ആളുകൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഈ നാടകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 18-ാം തീയതി വരെ ആയിരുന്നു കോഴിക്കോട് പ്ലാൻ ചെയ്തത്. പിന്നെ ഈ തിരക്ക് കൂടിയത് കാരണം ഒരുപാട് ആളുകൾ ഈ നാടകം കാണാൻ എത്തുന്നതുകൊണ്ട് മെയ് 31 വരെ നീട്ടിയതാണ്. അപ്പൊ ഇനി ഏകദേശം ഒരു 5 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ നാടകം കണ്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി കാണുക. പിന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് പേടി വേണ്ട, കാരണം ഓൺലൈനായിട്ട് നമുക്ക് ഈ ടിക്കറ്റ് വാങ്ങിക്കാൻ പറ്റും. അതേപോലെ ഈ നാടകം കാണാൻ വേണ്ടി ടിക്കറ്റിന് വേണ്ടി നിങ്ങൾക്ക് ഏജീസ് കലാനിലയത്തിന്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.